സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. 24 ലക്ഷം രൂപ മുടക്കി കടലിലൂടെ നടത്തിയ സ്വപ്നയാത്ര. എന്നാൽ പാതി വഴിയിൽ ആ ആഡംബര കപ്പൽ മരണക്കെണിയായി മാറി. ഒരു വൈറസ് ആ കപ്പൽ യാത്രയെ ഭീതിയുടെ നിഴലിലാക്കി. കപ്പൽ കടലിന് നടുക്ക് ക്വാറന്റൈൻ ചെയ്യപ്പെട്ടു എന്ന് പറയാവുന്ന അവസ്ഥ. ഈ വൈറസ് ബാധയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും ചർച്ച നടക്കുകയാണ്. അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പുമായി വരെ ഈ വൈറസ് ബാധയെ ചിലർ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം, തെരഞ്ഞെടുപ്പ് വാർത്തകൾ, ഈ വാർത്താ കോലാഹലങ്ങൾക്കിടയിൽ ഞാൻ ഈ പറഞ്ഞ വാർത്ത ആരുടെയെങ്കിലും ശ്രദ്ധയിലെത്തിയിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. വേണ്ടത്ര ഗൗരവത്തോടെ ഈ വാർത്തയെ നമ്മൾ സമീപിച്ചിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. MV ഹോണ്ടിയസ് എന്ന കപ്പലിനെ കടലിൽ ഒറ്റപ്പെടുത്തിയത് ഹാൻഡ വൈറസ് ബാധയാണ്. കോവിഡിന് സമാനമായൊരു വൈറസ് എന്ന് പറയാം. അതായത് വീണ്ടും ഒരു വൈറസ് ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. MV ഹോണ്ടിയസ് എന്ന കപ്പലിൽ സംഭവിച്ച 3 മരണങ്ങളും ഭീതിപ്പെടുത്തുന്ന വൈറസ് ബാധയും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? കപ്പൽ യാത്രക്കാർ സ്പെയിനിലെ ടെനറിഫ് തീരത്ത് ഇറങ്ങിയതോടെ ഭീതി അവസാനിച്ചു? അതോ ഇനിയും ലോകം പേടിക്കേണ്ടതുണ്ടോ? കപ്പലിലെ ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താണ്? പരക്കുന്ന ഗൂഢാലോചനാവാദങ്ങളുടെ സത്യം എന്താണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില ദിവസങ്ങൾ ചെലവഴിക്കാനാണ് ആ സംഘം യാത്ര തിരിച്ചത്. എന്നാൽ പാതി വഴിയിൽ ആ സ്വപ്നയാത്ര ഒരു ദുരന്ത കഥയായി മാറുകയായിരുന്നു. അന്റാർട്ടിക്കയുടെയും ദക്ഷിണ അറ്റ്ലാന്റിക്കിൻ്റെയും മഞ്ഞുമൂടിയ വിസ്മയങ്ങൾ തേടിപ്പോയതാണ് MV ഹോണ്ടിയസ് എന്ന ആഡംബര കപ്പൽ. പക്ഷേ അപ്രതീക്ഷിതമായി ആഡംബര യാത്ര ഭീതിയുടെ ആഴങ്ങളിലേക്ക് വഴുതി മാറി. കപ്പലിൽ പെട്ടെന്നുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ലോകം മുഴുവൻ ആശങ്കയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ഹാൻഡ വൈറസ് ആണെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും ലോകാരോഗ്യ സംഘടന ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഭയപ്പാട് മാത്രം വിട്ടുമാറിയില്ല. കപ്പലിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 3 മരണങ്ങളാണ്. 5 പേർ ചികിത്സയിൽ തുടരുകയാണ് ഗുരുതരാവസ്ഥയിൽ. കപ്പൽ യാത്രക്കാരുമായി സമ്പർക്കത്തിൽ വന്നുവെന്ന് കരുതപ്പെടുന്ന ഒട്ടേറെ പേർ പല രാജ്യങ്ങളിലായി നിരീക്ഷണത്തിൽ തുടരുകയാണ്. ആഴ്ചകളോളം കടലിൽ കുരുങ്ങിപ്പോയ കോവിഡ് കാലത്തെ ക്വാറന്റൈൻ അവസ്ഥയിലായിപ്പോയ കപ്പൽ യാത്രക്കാർ സ്പെയിനിൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇറങ്ങിയ ഭൂരിഭാഗം പേർക്കും രോഗലക്ഷണങ്ങളൊന്നുമില്ല. പക്ഷേ ആശങ്ക മാത്രം തീരുന്നില്ല. കാരണം ഹാൻഡ വൈറസ് ആഴ്ചകളെടുത്താണ് ഒരാളിൽ ആക്റ്റീവ് ആകുന്നത് എന്നതാണ് ആ ആശങ്കകൾക്ക് പ്രധാന കാരണം. മാർച്ച് 20 അർജന്റീനയിൽ നിന്നാണ് MV ഹോണ്ടിയസ് എന്ന കപ്പൽ യാത്ര തുടങ്ങിയത്. വിനോദം മാത്രം ലക്ഷ്യമിട്ടുള്ള പതിവ് അത്യാഡംബര കപ്പലുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഹോണ്ടിയസിന്റെ യാത്ര. വിജ്ഞാനവും സാഹസികതയും എല്ലാം ഒന്നിക്കുന്ന വേറിട്ട യാത്രാ വഴികളാണ് ഈ കപ്പലിൻ്റേത്. അന്റാർട്ടിക്കയുടെ കൊടും തണുപ്പിലേക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്കും യാത്രക്കാരെ കൊണ്ടുപോകുന്ന ലോകത്തിലെ ഏറ്റവും ആധുനികമായ പര്യവേഷണ കപ്പലുകളിൽ ഒന്നാണ് MV ഹോണ്ടിയസ് എന്നും പറയാം. മഞ്ഞുമലകൾ നിറഞ്ഞ സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ തക്ക വിധം കരുത്തുറ്റ രീതിയിലാണ് ഈ കപ്പലിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ സാധാരണ വിനോദസഞ്ചാര കപ്പലുകൾക്ക് എത്താൻ കഴിയാത്ത അന്റാർട്ടിക്കയുടെ ഉൾഭാഗങ്ങളിലേക്കും വിദൂര ദ്വീപുകളിലേക്കും വരെ ഈ കപ്പൽ യാത്ര നടത്തുന്നു. ശാസ്ത്രജ്ഞരുടെ പ്രഭാഷണങ്ങൾ കേട്ടും പ്രകൃതിയെ തൊട്ടറിഞ്ഞും അവിസ്മരണീയമായൊരു യാത്രയ്ക്കായാണ് 23 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഒത്തുചേർന്നത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവമായ യാത്രാ അനുഭവമാണ് ഈ ആഡംബര കപ്പൽ വാഗ്ദാനം ചെയ്യുന്നത്. 14 മുതൽ 24 ലക്ഷം രൂപ വരെ ചെലവഴിച്ചാണ് ആളുകൾ യാത്രയ്ക്കായി എത്തിയത്. അർജന്റീനയിലെ ഉഷുവായ തുറമുഖത്ത് നിന്നാണ് കപ്പൽ യാത്ര തുടങ്ങിയത്. അന്റാർട്ടിക്കയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഉഷുവായ. 88 യാത്രക്കാരും 59 ജീവനക്കാരും അടക്കം 149 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിൻ്റെ ആദ്യഘട്ട യാത്ര സന്തോഷകരമായിരുന്നു. 2 ഘട്ടങ്ങളാണ് കപ്പലിൻ്റെ യാത്ര. അന്റാർട്ടിക്കയിലെ പര്യവേഷണത്തിന് ശേഷം മാർച്ച് അവസാനത്തോടെ സംഘം ഉഷുവായ തുറമുഖത്തേക്ക് തന്നെ മടങ്ങിയെത്തി. അതായത് ആദ്യഘട്ടം പൂർത്തിയായി. തുടർന്ന് ഏപ്രിൽ 1 യാത്രയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ വടക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് ഫാൽക്ലൻഡ് ദ്വീപുകളും സൗത്ത് ജോർജിയ, സെന്റ് ഹെലീന തുടങ്ങിയ ഒറ്റപ്പെട്ട ദ്വീപുകളും സന്ദർശിക്കുകയായിരുന്നു 2ാം ഘട്ട യാത്രയുടെ ദൗത്യം. എന്നാൽ ഏപ്രിൽ 6 ആയപ്പോൾ യാത്രയുടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. യാത്രക്കാരിൽ ഒരാളായ ഡച്ച് പൗരന് പനി ബാധിച്ചു. 70കാരനായ പക്ഷി നിരീക്ഷകനായ ലിയോയ്ക്ക് പനിയും തലവേദനയും വയറ്റിളക്കവും അടക്കമുള്ള രോഗലക്ഷണങ്ങളാണ് ആദ്യം അനുഭവപ്പെട്ടത്. സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ഏപ്രിൽ 11 എല്ലാവരെയും ദുഃഖത്തിലാക്കി, ഭീതിയിലാഴ്ത്തി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എന്നിട്ടും അറ്റ്ലാന്റിക് ദ്വീപുകളിലൂടെ കപ്പൽ യാത്ര തുടർന്നു. ഏപ്രിൽ 24 സെന്റ് ഹെലീനയിലെത്തി. അപ്പോഴാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായത്. മരിച്ച ഡച്ച് പൗരൻ്റെ മൃതദേഹം നെതർലൻഡിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മിറിയം കപ്പലിൽ നിന്ന് ഇറങ്ങി.
എന്നാൽ അവർക്കും ഇതിനകം ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഒപ്പം കപ്പലിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗരനും പനി, ശ്വാസതടസ്സം, ന്യൂമോണിയ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കപ്പലിലെ ഡോക്ടറെ സമീപിച്ചിരുന്നു. ഇതോടെ കപ്പലിലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. എല്ലാവരിലേക്കും ഭീതി പടർന്നു. ഇതിനിടെ ഭർത്താവിൻ്റെ മൃതദേഹവുമായി യാത്ര തിരിച്ച മിറിയത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലായി. ജോഹനസ്ബർഗിലെ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഏപ്രിൽ 26 മിറിയം മരണത്തിന് കീഴടങ്ങി. പിന്നാലെ മെയ് 2 കപ്പലിലുണ്ടായിരുന്ന ജർമ്മൻ പൗരയും മരണത്തിന് കീഴടങ്ങി. രോഗം ബാധിച്ച ബ്രിട്ടീഷ് പൗരൻ്റെ നിലയും ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് ഇയാളെ എയർലിഫ്റ്റിങ്ങിലൂടെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ ബ്രിട്ടീഷ് പൗരൻ്റെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നതോടെയാണ് ഹാൻഡ വൈറസ് ബാധ കപ്പലിൽ സ്ഥിരീകരിക്കപ്പെട്ടത്. അപ്പോഴേക്കും കപ്പൽ കേപ്പ് വെർഡെ സമുദ്രപരിധിയിലെത്തിയിരുന്നു. മെയ് 3 കപ്പലിലെ 3 യാത്രക്കാർക്ക് കൂടി കഠിനമായ പനിയും ദഹന സംബന്ധമായ അസ്വസ്ഥതകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഗുരുതരമായി രോഗം ബാധിച്ചവരിൽ കപ്പലിലെ ഡോക്ടറും ഉൾപ്പെട്ടിരുന്നു എന്നത് സംഗതി കൂടുതൽ വഷളാക്കി. കേപ്പ് വെർഡയിലെ മെഡിക്കൽ സംഘം കപ്പലിലെത്തി രോഗബാധിതരെ പരിശോധിക്കുകയും കൂടുതൽ ടെസ്റ്റുകൾക്കായി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ രോഗവ്യാപന ഭീഷണിയുള്ളതുകൊണ്ട് കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിക്കാനോ രോഗബാധിതരായ യാത്രക്കാരെ കരയിലേക്ക് ഇറക്കാനോ അധികൃതർ അനുമതി നൽകിയില്ല. അതായത് ആ ആഡംബര കപ്പൽ കടലിന് നടുക്ക് ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിലായി. അന്താരാഷ്ട്ര ഏജൻസികൾ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കപ്പൽ പ്രയാ നഗരത്തിന് സമീപം നങ്കൂരമിട്ട് കിടന്നു. പക്ഷേ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് കപ്പലിലുണ്ടായിരുന്ന പല യാത്രക്കാരും പല രാജ്യങ്ങളിലായി ആ സമയം ഇറങ്ങിയിരുന്നു. ഇതോടെയാണ് ആശങ്ക ആ രാജ്യങ്ങളിലേക്ക് പടർന്നത്. കപ്പൽ യാത്രക്കാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പടരാനുള്ള ഗുരുതര സാധ്യത മുന്നിൽ കണ്ട് ലോകാരോഗ്യ സംഘടന വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ തുടങ്ങി. അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇതിനിടെ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന യാത്രക്കാർക്ക് ആശ്വാസവുമായി സ്പെയിൻ നിലപാടെടുത്തു. കപ്പലിന് കാനറി ദ്വീപുകളിൽ അടുക്കാൻ സ്പെയിൻ അനുമതി നൽകി. അവിടെയാണ് ഇപ്പോൾ കപ്പലിലെ യാത്രക്കാർ ഒടുവിലായി ഇറങ്ങിയിട്ടുള്ളത്. അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് പരിശോധനകൾ പൂർത്തിയാക്കിയാണ് കപ്പലിൽ നിന്ന് യാത്രക്കാർ സ്പെയിനിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്, ഈ ദ്വീപുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഹാൻഡ വൈറസിൻ്റെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് പറയാം. കോവിഡ് പോലെ തന്നെ അതീവ ഗുരുതരമായൊരു വൈറൽ രോഗമാണ് ഹാൻഡ വൈറസ് ബാധ. എലികളിലൂടെ പടരുന്ന മാരകമായൊരു ശ്വാസകോശ രോഗമാണ് ഇത്. എലികളുടെ കാഷ്ടം, മൂത്രം, ഉമിനീര് എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത്. പനി, പേശിവേദന, തലവേദന, ദഹന പ്രശ്നങ്ങൾ, ശ്വാസതടസ്സം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ പ്രകടമാകാൻ 8 ആഴ്ച വരെ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ആശങ്കയുടെ സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നത്, ഈ യാത്രക്കാർ ഇറങ്ങിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല ഹാൻഡ വൈറസിന് പ്രത്യേക വാക്സിനോ മരുന്നോ നിലവിലില്ല. ഓക്സിജൻ സഹായം, ഫ്ലൂയിഡ് തുടങ്ങിയ ജീവൻ രക്ഷാ മാർഗങ്ങളിലൂടെയാണ് രോഗിയെ ചികിത്സിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുമെങ്കിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത് വളരെ അപൂർവമാണ്. പിന്നെ എങ്ങനെ MV ഹോണ്ടിയസ് കപ്പലിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വൈറസ് പടർന്നു? അതിങ്ങനെയാണ്. ഈ വൈറസിൻ്റെ ചുരുക്കം ചില വകഭേദങ്ങൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരും. അത്തരമൊരു വകഭേദമായ ആൻഡിസ് വൈറസാണ് കപ്പലിൽ വെച്ച് രോഗം ബാധിച്ചവർക്കെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിലും കപ്പലിന് പുറത്തുള്ളവരിലേക്ക് പകർന്ന് ഗുരുതരമായൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടില്ല എന്നത് ആശ്വാസ സൂചകമാണ്. മാത്രമല്ല കോവിഡിലും ഫ്ലൂയിലും നിന്ന് വ്യത്യസ്തമായി ഹാൻഡ വൈറസ് ചുമയിലൂടെയോ തുമ്മലിലൂടെയോ എളുപ്പത്തിൽ പകരുകയില്ല. അതായത് വായുവിലൂടെ അധിക വേഗം പകരുകയില്ല. രോഗലക്ഷണങ്ങളുള്ള ആളുകളുമായി വളരെ അടുത്തതും ദീർഘമായതുമായ സമ്പർക്കത്തിലൂടെ മാത്രമേ രോഗം പകരാൻ സാധ്യതയുള്ളൂ എന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത്. രോഗം ബാധിച്ച് മരിച്ച ഡച്ച് പൗരനിലൂടെയാകാം വൈറസ് കപ്പലിലെത്തിയതെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം യാത്ര തുടങ്ങും മുമ്പ് ഡച്ച് ദമ്പതികൾ അർജന്റീനയിലുള്ള യാത്രയിലായിരുന്നു. കപ്പലിൽ കണ്ടെത്തിയ ആൻഡീസ് വകഭേദം പ്രധാനമായും അർജന്റീനയിലും ചിലിയിലുമാണ് കാണപ്പെട്ടു വരുന്നത്. ഇതും ഡച്ച് പൗരനിലൂടെയാണ് വൈറസ് കപ്പലിലെത്തിയത് എന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കപ്പലിൽ നിന്ന് പുറത്തേക്ക് വൈറസ് ബാധ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അനുമാനം. എങ്കിലും വൈറസ് ബാധയെ ഗൗരവമായി കാണണമെന്നാണ് WHO മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇൻക്യുബേഷൻ കാലയളവ്, അതായത് വൈറസ് ശരീരത്തിലെത്തി രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ എടുക്കുന്ന സമയം 8 ആഴ്ച വരെ ഉള്ളതിനാൽ കൂടുതൽ കേസുകൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ ഭയപ്പെടുന്ന ഒരു കാര്യം. രോഗം പടരാനുള്ള സാധ്യതയെക്കാളും സോഷ്യൽ മീഡിയയിൽ പടരുന്ന ചില അഭ്യൂഹങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ പലരെയും ആശങ്കയിലാക്കുന്നത്. ചില ബിസിനസ്സുകാരും വാക്സിൻ കമ്പനികളും
വൈറസ് ഭീതിയെ മുതലാക്കുന്ന സാഹചര്യവുമുണ്ട്. ജനങ്ങളെ വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കാനോ ലോക്ക്ഡൗണിലേക്ക് നയിക്കാനോ ഉള്ള തന്ത്രമായി ചിലർ ഇതിനെ കാണുന്നുണ്ട്. നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മെയിൽ ഇൻ ബാലറ്റുകൾ വ്യാപകമാക്കി ട്രംപിനും കൂട്ടർക്കും അട്ടിമറി നടത്താനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന ഗൂഢാലോചനാ സിദ്ധാന്തവും ചിലർ മുന്നോട്ട് വയ്ക്കുന്നു. ഹാൻഡ വൈറസ് ഫൈസർ കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലമാണെന്ന് മറ്റു ചിലരും വാദിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യ വിദഗ്ധരും പറയുന്നത് കപ്പലിൽ 2 ഇന്ത്യൻ ജീവനക്കാരുണ്ടെങ്കിലും ഇവർക്ക് രോഗം പിടിപെട്ടതായി അറിവില്ല. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. ഹാൻഡ വൈറസ് ബാധ നിയന്ത്രിക്കാൻ കഴിയും, നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്പെയിനിലെ ആരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തായാലും കോവിഡിന് ശേഷം ഭീതിയുടെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാവുകയാണ് ഹാൻഡ വൈറസ് ബാധ എന്ന് തന്നെ പറയാം. മനുഷ്യരാശിയുടെ പരിമിതിയെക്കുറിച്ചും പ്രകൃതിയുടെ അപ്രതീക്ഷിത പ്രഹരങ്ങളെക്കുറിച്ചും വീണ്ടുമുള്ള ഓർമ്മപ്പെടുത്തൽ എന്നും പറയാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.